നമസ്കാരം. കാലും കുത്തും കയ്യും കുത്തും വേണ്ടി വന്ന തലയും കുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം 38 ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട്ടെത്തി. ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും ഭീഷണി കാരണം കാല് കുത്താൻ ഭയമുള്ളതുകൊണ്ട് കയ്യും കുത്തിയാണ് കാറിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് തല കുത്തി നടന്നു. ശീർഷാസനത്തിലായതിനാൽ മുഖത്ത് നോക്കാൻ പലർക്കും കുനിഞ്ഞു നോക്കേണ്ടി വന്നു. ശുക്ലപക്ഷത്തിലെ തൃതീയ നാളാണ് പുറത്തിറങ്ങാൻ പറ്റിയ ദിവസം എന്ന് ജോത്സ്യൻ പറഞ്ഞതിന് പ്രകാരമാണ് ഇന്ന് രാവിലെ പാലക്കാട്ട് അദ്ദേഹം എത്തിയത്. ഡിവൈഎഫ്ഐ ഉണരാൻ വൈകിയതിനാൽ കൃത്യസമയത്തെത്തി പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല. BJP നവരാത്രി ആഘോഷങ്ങളുടെ തിരക്കിലായതിനാൽ ബൊമ്മക്കൊലു പോലെ തലയുമാട്ടി എവിടെയോ ഇരിക്കുകയാണ്. വന്നപാടെ രാഹുൽ റോഡരികിലെ വീടുകളിലൊക്കെ കയറി കുശലം പറഞ്ഞു. തെരുവിലൂടെ നടന്നു. പിന്നാലെ ചക്കപ്പഴത്തിൽ ഈച്ചകളെന്ന പോലെ മാധ്യമപ്പട കോലും നീട്ടി പിന്നാലെ പാഞ്ഞെങ്കിലും രാഹുൽ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് പറയൂ പ്ലീസ് എന്ന് യാചിച്ചു അവറ്റകൾ. ഒറ്റയെണ്ണത്തിന് 7 അയലത്തടുപ്പിക്കാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതിലേറ്റവും വലിയ രസം, മാധ്യമങ്ങൾ ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാർത്തിക്കൊടുത്ത ഇമേജ് വെച്ചിട്ടാണെങ്കിൽ രാഹുലിനെ കാണുമ്പോൾ അമ്മമാർ നിലവിളിച്ച് ഓടേണ്ടതായിരുന്നു. ആണുങ്ങൾ വീട്ടിൽ നിന്നും ആട്ടിപ്പായിക്കേണ്ടതുമാണ്. പക്ഷേ സംഭവിച്ചത് കണ്ടില്ലേ? കാരണവന്മാർ മുതൽ കുരുന്നുകൾ വരെ അയാളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു, താടിയിൽ തലോടുന്നു. സ്ത്രീകളോട് അയാൾ കുശലം പറയുന്നു. ആരും ഓടിപ്പോയില്ല. പക്ഷേ 24കാരൻ നായർ മുഖം നോക്കി ലക്ഷണം പറയുന്നു. ഏഷ്യാനെറ്റ് മോങ്ങിക്കൊണ്ട് പിന്നെയും പുലമ്പുന്നു. മരമുറി ചാനലിലെ മിനുസ ശിരസ്കൻ മൂക്ക് വിറപ്പിക്കുന്നു. മീഡിയ വണിലെ മൗദൂദികൾക്ക് സുഹിക്കുന്നില്ല. മാതൃഭൂമി മൂങ്ങുന്നു. കൈരളിക്ക് ക്രിമികടി സഹിക്കാൻ വയ്യ. ഇത്രയാണ് ഇന്ന് സംഭവിച്ചത്. അയാളെ അപകീർത്തിപ്പെടുത്തും തോറും ആളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. പൂജവെപ്പിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ BJPക്കാരും, ദുർഗാഷ്ടമിക്ക് മുമ്പ് എന്തെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ DYFIക്കാരും അത് തീർക്കേണ്ടതാണ്. രാഹുലിൻ്റെ കുത്തിയ കാല് തല്ലിയൊടിക്കാനേ ഇനി BJPക്കാർക്ക് കഴിയൂ. കാരണം വന്നിറങ്ങി കാല് കുത്തുകയും നടക്കുകയും ചെയ്തു. ഗോവിന്ദൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാഹുലിനായി കരുതി വെച്ച പരിപ്പുവടയും തിന്ന് കട്ടൻ ചായയും കുടിച്ച് DYFI വെറുതെ ഇരിക്കുകയാണ്. നിനക്കുള്ളത് വെച്ചിട്ടുണ്ട് എന്നായിരുന്നു P സരിൻ്റെ വിരട്ടൽ. അയാൾ കിട്ടിയത് വിഴുങ്ങാൻ കഴിയാതെ ചേനത്തട്ടനെ പോലെ തല പൊക്കുന്ന അവസ്ഥയിലാണ്. പിരായിരി വീണ്ടും എണ്ണുമെന്നും താൻ MLA ആകുമെന്നും ഓർത്ത് സരിൻ വല്ലാതെ ആനന്ദിച്ചിരിക്കുകയാണ്. പാലക്കാട് എനിക്കുള്ളതാണെന്നും അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നു. പറവൂരച്ചൻ സതീശൻ പറഞ്ഞതനുസരിച്ച് ഒറ്റ കോൺഗ്രസ്സുകാരും രാഹുലിന് പിന്നാലെ പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ K സുധാകരൻ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടിയെ ഒരുത്തിനും വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്നാണ്. രാഹുൽ കാരണം ജീവിതം തകർന്ന പറവൂരെ പാവം കുട്ടിയുടെ അവസ്ഥ സതീശൻ കാണുന്നുണ്ടോ ആവോ? ആ കുട്ടിയുടെ ചിരിക്ക് അല്പം കൂടി വീതി കൂടിയിട്ടുണ്ട്. എന്തൊരാനന്ദമാണെന്നോ ആ മുഖത്ത്. പക്ഷെ ഒറ്റ പരാതിയേ ഉള്ളൂ, മോളൂസെ പുന്നാരെ എന്നൊന്നും ഇപ്പോഴാരും കമൻ്റ് ഇടുന്നില്ല. പിന്നെയും ചിരി. മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞു പോയല്ലോ എന്നാണ് ഇപ്പോൾ കുട്ടി പറയുന്നത്. ഇനി അടുത്ത സീസണിൽ അടുത്ത പരിപാടി നോക്കിയിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേണ്ടിയാണ് സതീശൻ സദാചാര ധാർമ്മികതയും വിളമ്പി നടക്കുന്നതെന്ന് ഓർക്കണം. DYFIക്കാർ ആദ്യം P ശശിയുടെ വീട്ടിലും പിന്നെ മുകേഷിൻ്റെ വീട്ടിലും PK ശശിയുടെ വീട്ടിലും പോയിട്ട് വേണം പാലക്കാട്ടെത്താനെന്നാണ് അവരുടെ അഭ്യർത്ഥന. രാഹുൽ കാലുകുത്തിയതോടെ മരക്കള്ളൻ്റെ ചാനലിൽ വല്ലാത്തൊരു ശോകമൂകതയാണ്. മിനുസ ശിരസ്കൻ രാഹുലിൻ്റെ അടുത്ത ശബ്ദരേഖ പുറത്തുവിടാനായി പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡോ സാറിൻ്റെ മാംഗോ ആയിരുന്നു ഭയങ്കരം. ശബ്ദശകലങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെന്നാണ് അയാൾ പറയുന്നത്. കൂടുതൽ ചാറ്റുകൾ തപ്പി DYFIയും സഖാക്കളും ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും രാഹുലിനെ കൊടുക്കാനുള്ളതൊക്കെ തപ്പിയെടുക്കണമെന്നാണ് നാട്ടിലെ സകല പൂക്കാസ പെണ്ണുങ്ങളോടും ഇവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, ഇതിലെങ്കിലും ഫലം കണ്ടില്ലെങ്കിൽ ഈ സീസൺ പെട്ടെന്നങ്ങ് കടന്നുപോകും. പ്രതിഷേധക്കാരെ കാണുന്നില്ല എന്ന സങ്കടം ചാനലുകൾ ഇങ്ങനെ മൂങ്ങി തീർക്കുമ്പോൾ അന്തസ്സുള്ള BJPക്കാർക്ക് കൊടിയും കുത്തി വീട്ടിൽ കഴിയാൻ പറ്റില്ല. അവർ കോഴിയുമായി ഇറങ്ങിച്ചെല്ലാതിരിക്കാനും കഴിയില്ല. രാഹുൽ MLA ഓഫീസിലെത്തിയാൽ തടയുമെന്നാണ് BJPയുടെ തീരുമാനം. തടഞ്ഞാൽ മാത്രം പോരാ, തല്ലുകയും വേണം. MLA ഓഫീസിന് തീ വയ്ക്കുക കൂടി ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അവിടെ തകർത്തു വാരുമെന്ന കാര്യം തീർച്ചയാണ്. DYFIക്കാർ ഒരു തരത്തിലും ഗോവിന്ദൻ പറഞ്ഞത് കേട്ട് പിന്മാറരുത്. നിങ്ങൾ മയപ്പെട്ടാൽ ഇന്നാട്ടിലെ സദാചാരത്തിന് പുല്ലുവില ഇല്ലാതാകും. ഏതാണ്ട് 10-30 ദിവസത്തിന് മുമ്പ് മുതൽ മരമുറിക്കാരൻ്റെ ചാനലിൽ കേൾക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ടൈറ്റിലുണ്ട്, രാഹുലിനെതിരെ കുരുക്ക് മുറുകുന്നു. ക്രൈംബ്രാഞ്ചിന് എന്തൊക്കെയോ തുമ്പ് കിട്ടിയത്രേ.
പറഞ്ഞ പ്രകാരം കുരുക്ക് മുറുകുകയായിരുന്നെങ്കിൽ രാഹുൽ ഇപ്പോൾ ജീവനോടെ കാണേണ്ടതല്ല, കഴുത്ത് മുറുകി തുലഞ്ഞു പോകുമായിരുന്നു. എല്ലാ നിന്ദകളും സ്വയം ഏറ്റുവാങ്ങി ആത്മശുദ്ധീകരണം നടത്തുന്ന സന്യാസിയെ പോലെ രാഹുൽ മുടിയും താടിയും നീട്ടുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം സ്ഥലത്തെത്തിയതറിഞ്ഞ കൃഷ്ണകുമാർ ഉണർന്നു. എന്തൊരു നാണക്കേടിതെന്നാണ് ചോദ്യം. കൃഷ്ണകുമാർ കാണിച്ച നാണക്കേടിന് ആര് ഉത്തരം പറയും? നിങ്ങൾ തല്ലിച്ചതച്ച പരാതിക്കാരിയുടെ ചികിത്സയ്ക്ക് സുരേഷ് ഗോപി ചെലവിന് കൊടുക്കേണ്ടി വന്നില്ലേ കൃഷ്ണകുമാറെ? നിങ്ങളുടെ പാർട്ടിയിലെ പീഡനത്തെ സ്വത്തുകേസെന്നാണല്ലോ പറയുക. കഴിഞ്ഞ ദിവസം BJP രാഹുലിൻ്റെ ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരത്തിൽ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മുന്നിൽ നിന്ന് ഞെട്ടിച്ചത്. ഈ നാട്ടിലെ അമ്മപെങ്ങന്മാർക്ക് ഇവിടെ ജീവിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. സ്വന്തം കുടുംബത്തെ ഒരുത്തിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇനിയുള്ള സമരത്തിന് കൃഷ്ണകുമാർ തന്നെ മുൻകൈയെടുക്കുമോ എന്തോ. കോഴിത്തല ആട്ടാനുള്ള തൊട്ടിൽ എല്ലാം കരുതണം. നാണവും മാനമില്ലാതെ ഗർഭക്കേസിന് പിന്നാലെ നടക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങൂ കൃഷ്ണകുമാറെ. ഗർഭം ധരിച്ചവർക്ക് പരാതിയില്ല, കലക്കിയവർക്ക് പരാതിയില്ല, ഗർഭത്തിൻ്റെ ഉടമയെ അറിയില്ല. ഗർഭകഥ പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ കുടുക്കി കല്യാണം കഴിക്കാനായിരുന്നോ ശ്രമമെന്ന് ആരറിഞ്ഞു? ക്രൈംബ്രാഞ്ച് വിചാരിച്ചിട്ടും പരാതിക്കാരിയെ കണ്ടുപിടിച്ച് മൊഴിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. പിണറായി വിജയൻ രാഹുലിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടുവെന്ന് എന്തായാലും പറയില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കുളം കലക്കാൻ വന്ന നടി ഇപ്പോൾ എന്നെ പഞ്ചാരി അടിക്കൂ എന്ന് പറഞ്ഞ് റീൽസ് ഇട്ട് പുതിയ ഇരകളെ പിടിക്കുന്ന തിരക്കിലാണ്. അവർ ഉല്ലസിച്ച് നടക്കുന്നു. CPMൻ്റെ ജനിതക ഗുണമാണ് ഗർഭക്കേസും പെണ്ണുകേസും. അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ അതിൽ അധിഷ്ഠിതമാണ്. അതിനു പിന്നാലെ BJPയും കൂടിയിരിക്കുകയാണോ? കൊല്ലം കോഴി മുകേഷ് പീഡനക്കേസിൽപ്പെട്ടപ്പോൾ അയാൾക്കെതിരെ ഒരു വാക്ക് പരിഹാസം ചൊരിയാനോ അയാളെ തള്ളിപ്പറയാനോ വിമർശിക്കാനോ നിങ്ങളുടെ സുരേഷ് ഗോപി തയ്യാറായിട്ടുണ്ടോ? അതേപ്പറ്റി എന്നോടൊരക്ഷരം ചോദിക്കരുതെന്നും കോടതി നോക്കിക്കൊള്ളുമെന്നായിരുന്നു ഗോപിയുടെ പ്രതികരണം. കെ സുരേന്ദ്രൻ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ട് പത്തി മടക്കിയതും നമ്മൾ കണ്ടതാണ്. ഇവിടെ കേസില്ല, പരാതിക്കാരില്ല, എന്നിട്ട് നിങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. തനിക്കെതിരെയുള്ളത് സ്വത്ത് തർക്കമായി ബന്ധപ്പെട്ട കള്ളക്കേസാണെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. സ്വന്തം നേർക്ക് വരുന്നതെല്ലാം കള്ളക്കേസുകളും വല്ലവൻ്റെയും നെഞ്ചത്ത് കയറുമ്പോൾ ശരിയായ കേസുമാകുമോ കൃഷ്ണകുമാറെ? DYFIക്കും BJPക്കും രാഹുലിനോടുള്ള കലിപ്പും പ്രതികാരവും എന്തുകൊണ്ടാണെന്ന് നാട്ടുകാർക്കെല്ലാം നല്ലതുപോലെ അറിയാം. നിങ്ങൾ എത്ര സമരം ചെയ്താലും തല്ലി തകർത്താലും ജനം അയാൾക്ക് ഒപ്പമാണെന്ന് തോന്നുന്നു. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗർഭശ്രീമാനായി പോയത്. അല്ലായിരുന്നെങ്കിൽ ഗർഭരക്ഷയ്ക്കും സഖാവിന് കവചം തീർക്കാനും കമ്മികൾ മുതൽ പൂക്കാസ ആൻറ്റിമാരും വിപ്ലവ വയറ്റാട്ടികളും നിരന്നു നിന്നേനെ. കാലം മാറി. മസാല കഥകൾക്കൊന്നും ജനങ്ങൾക്കിടയിൽ പഴയ ഹരമില്ല. വേഷം കെട്ടുകാരായ ഫെമിനിസ്റ്റുകളുടെ നാക്കിന് പൊതുസമൂഹത്തിലെ സ്ത്രീകളും യുവതികളും വലിയ വിലയൊന്നും കൽപ്പിക്കാറുമില്ല. രാഹുൽ കവചകുണ്ടലങ്ങൾ ധരിച്ച ദേവേന്ദ്രൻ ഒന്നുമല്ല. ആരെങ്കിലും സ്മരിച്ചാലുടൻ പോയി തഥാസ്തു എന്ന് പറഞ്ഞ് ഗർഭം ദാനം ചെയ്യാൻ. ഒരു പൂജാരി ഉൾപ്പെടെ എത്രയോ മനുഷ്യരെ പിണറായി വിജയൻ്റെ പോലീസ് ഇടിച്ചു ചതച്ചിട്ടും ഒരക്ഷരം മിണ്ടാത്ത BJPക്കാരാണ് ഗർഭം എന്ന് കേട്ടപ്പോൾ കോഴികളെയും എടുത്ത് ചാടി വീണിരിക്കുന്നത്. കണ്ട കേസുകൾക്ക് പിന്നാലെ പോകാതെ കോൺഗ്രസിനേക്കാൾ ഒരുപടി മുമ്പേ ജനങ്ങളിലേക്ക് പോകാൻ നോക്കൂ കൃഷ്ണകുമാറെ.